പറയുന്നത്. കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ. അതായത് നമുക്ക് കുറച്ചുകൂടി ഇപ്പോൾ സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കല്യാണം? നമ്മൾ അതുവരെ താമസിക്കുന്ന ഒരു മുറിയിൽ ഒറ്റയ്ക്ക് നമ്മളുടേതായ ഇപ്പം ഞാനൊരു മൊബൈൽ ഇവിടെ വെച്ചാൽ ആ മൊബൈൽ അവിടെ നിന്ന് മാറില്ല. ഞാൻ ചിലപ്പോൾ മുടി ചീകിയിട്ട് ചീപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ എന്നും വെക്കും. പക്ഷേ എൻ്റെ മുറിയിൽ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസാണ് എൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. ആ റൂമാണ് ഷെയർ ചെയ്യപ്പെടാൻ പോകുന്നത്. അത്രയും രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടാണോ നമ്മളൊരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? ഇനി ആദ്യം മാരേജിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വരുന്നത് ഒരു അഡൽട്ടാണ്. നമുക്ക് ആളോട് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് പറയാം നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഓർഗനൈസിങ് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. അയാൾ ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതും ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും. അയാൾക്ക് ചീപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോ തവണ എടുത്തിട്ട് മുടി ക്ലീൻ ചെയ്ത് വെക്കുന്ന ആളായിരിക്കും. അയാളുടെ ഓർഗനൈസിങ് വേറെ ലെവലിലായിരിക്കും. ഇത് രണ്ടുപേരും തമ്മിലൊരു കൊളാബറേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട് വെൻ ഇറ്റ് ഈസ് ആൻ അനദർ അഡൾട്ട്. ഇതിനെയാണ് ഞാൻ ധാരണ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിവിഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, വീട്ടിലെ ജോലികൾ എങ്ങനെയാണ് ഡിവൈഡ് ആകാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഡിവിഷനും വരുന്നുണ്ട്, ഒരു കൊളാബറേഷൻ വരുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അറിവ് എങ്ങനെയാണ് നമുക്ക് ഒരു പക്ഷേ ധാരണ എന്ന് വിളിക്കാൻ പറ്റുക.